ഇലക്ട്രൽ ബോണ്ട് കേസിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് SBI ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. കേസ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. രഹസ്യമാക്കി സീൽ കവറിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് SBIയോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇതുവരെ വിവരങ്ങൾ കൊടുക്കാത്ത മാർച്ച് 6-നകം വിവരങ്ങൾ നൽകാനായിരുന്നു SBIയോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ SBI എന്തൊക്കെ വാദങ്ങളാണ്, ഇങ്ങനെ കൊടുക്കാതിരുന്നതിനെ പറ്റി എന്തൊക്കെ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ നിരത്തിക്കൊണ്ടിരിക്കുന്നത്? സിജു, സുപ്രീം കോടതി റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങൾ 3 ആഴ്ചയ്ക്കുള്ളിൽ നൽകാനായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്, അല്ലെങ്കിൽ SBIയോട് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ SBI ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂൺ 30 വരെ സമയം വേണം. കാരണം ഇതിന്റെ രേഖകൾ ശേഖരിക്കാൻ സമയം വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ SBI മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ SBI നൽകിയിരിക്കുന്ന അപേക്ഷ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രയുടെ അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത്. SBI ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ സമയം വേണം ഈ വിവരങ്ങൾ നൽകാൻ എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ SBI കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഡേറ്റകൾ ശേഖരിക്കുന്നതേ ഉള്ളൂ, അതുപോലെ തന്നെ ഈ വിവരങ്ങളെല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നും അതിനാൽ തന്നെ അത് പുറത്തുവിടാൻ അതിന് സമയം വേണം, അതിൻ്റെ ഈ സാങ്കേതികപരമായ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് SBI ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന സമയം നീട്ടി നൽകാൻ ചോദിച്ചിരിക്കുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വാങ്ങിയവരുടെ വിവരങ്ങളും അതുപോലെ തന്നെ ബോണ്ട് നമ്പറും കോർ ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഇല്ലെന്നും ആണ് ഇപ്പോൾ SBI വാദിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിവരങ്ങളെല്ലാം മുംബൈയിലെ മെയിൻ ബ്രാഞ്ചിൽ ഇല്ല എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ രഹസ്യമാക്കി സീൽ കവറിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത് എന്നും ഇപ്പോൾ കോടതി വ്യക്തമാക്കി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ SBIയോട് ചോദിക്കുന്നത്. കാരണം ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യായങ്ങൾ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല, സമയം വേണം, ഇതിന്റെ രേഖകൾ ശേഖരിക്കാൻ കൂടുതൽ സമയം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് SBI ആവശ്യപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഈ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് മാർച്ച് 6-നകം സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകുമ്പോൾ എത്ര സമയം വേണം, ആവശ്യത്തിലധികം സമയം SBIക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ജൂൺ വരെ സമയമാണിപ്പോൾ സുപ്രീം കോടതിയിൽ SBI ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെയ് മാസത്തിന് മുമ്പ് അതായത് ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് മാസത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യും. ഇവിടെ കേന്ദ്ര സർക്കാർ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് തന്നെ സുതാര്യമായ ഇടപാടായിരുന്നില്ല. BJPക്കും അതോടൊപ്പം തന്നെ BJPക്ക് വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ അവസരം കൊടുത്ത ഒരു ഇടപാടായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ആരോപണം ഇവിടെ നിലനിൽക്കുകയാണ്. SBI ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാണ്. നേരത്തെ റിസർവ് ബാങ്കും ഇലക്ഷൻ കമ്മീഷനും അടക്കം ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് 2017 ഇത് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരികയും ചെയ്തത്. നിലവിൽ ആ ആരോപണങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് സുപ്രീം കോടതി കൃത്യമായി ഇത് സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും SBI പറയുന്നു ജൂൺ 30 വരെ സമയം വേണം, പിന്നെ ചില അനാവശ്യ കാരണങ്ങൾ, ഡേറ്റകൾ എടുക്കാൻ സമയം വേണം. പക്ഷേ സുപ്രീം കോടതി കൃത്യമായി ചോദിച്ചിരിക്കുന്നു മുംബൈ മെയിൻ ബ്രാഞ്ചിൽ തന്നെ ഇല്ലേ വിവരങ്ങൾ, ആ വിവരങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ സിജു? തീർച്ചയായും. കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ SBIയോട് കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിവരങ്ങൾ മെയിൻ ബ്രാഞ്ചിലുണ്ട്, പിന്നെ എന്തുകൊണ്ട് അത് പുറത്തു വിട്ടുകൂടാ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കോടതി ചോദിക്കുകയാണ്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചത് BJP ആണെന്നുള്ള വിവരങ്ങൾ നിലനിൽക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ അല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞാൽ അത് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിനാൽ രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണ് SBI ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട്, ഈ വൈകിപ്പിക്കൽ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന വിമർശനം ശക്തമാവുകയാണ്. ഇപ്പോൾ ഈ വാദം തുടരവേ ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ SBIയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിധി വന്ന് ഇത്രയും ദിവസം എന്ത് നടപടികൾ എടുക്കുകയായിരുന്നു അല്ലെങ്കിൽ എന്ത് നടപടി എടുത്തുവെന്ന് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് SBIയോട് ചോദിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ SBI കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിവരങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സീൽഡ് കവറിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ കോടതി ഇപ്പോൾ ചോദിച്ചത് എല്ലാ വിവരങ്ങളും സീൽഡ് കവറിൽ ഇല്ലേ, അത് തുറന്നാൽ പോരെ, അല്ലെങ്കിൽ അത് തുറന്ന് അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പോരെ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. കാരണം വിധി വന്നിട്ട് 26 ദിവസമായി, എന്നിട്ട് പോലും ഇതുവരെയായിട്ടും SBI ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നില്ല. അല്ലെങ്കിൽ രാജേന്ദ്രൻ, ഞങ്ങളുടെ സീനിയർ ന്യൂസ് എഡിറ്റർ കൂടി ചേരുന്നുണ്ട്. രാജേന്ദ്രൻ,
വളരെ ബാലിശമായ ചില വാദങ്ങളാണ് ഇപ്പോൾ SBI സുപ്രീം കോടതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ എടുക്കാൻ, ഡേറ്റ എടുക്കാൻ കുറച്ച് സമയം കൂടി വേണ്ടി വരുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ട് കേസുമായി വിധി പ്രഖ്യാപിച്ചിട്ട് 3 ആഴ്ചയിലധികമായി. പുതിയ കാലത്ത്, ടെക്നോളജി വികസിച്ച കാലത്ത് ഒരു ഡേറ്റ എടുക്കുന്നത് വലിയ താമസമുള്ള കാര്യമല്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുംബൈ മെയിൻ ബ്രാഞ്ചിൽ തന്നെ ഇല്ലേ എന്ന് സുപ്രീം കോടതി പരിഹാസ രൂപേണയാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നിലവിൽ തന്നെ നമുക്കറിയാം 2022-23 കാലഘട്ടത്തിൽ മാത്രം 2220 കോടിയാണ് BJPയിലേക്ക് മാത്രം ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്നത്. ആരാണ് ഈ 2023 കോടി നൽകിയെന്ന് അറിയാനുള്ള ബാധ്യത, അറിയാനുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് എന്നാണ് സുപ്രീം കോടതി എന്ന് പറയുകയും ആ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും ചെയ്തത്. വീണ്ടും SBI ഉരുണ്ട് കളിക്കുകയാണ്. ആർക്ക് വേണ്ടി SBI ഉരുണ്ട് കളിക്കുന്നു എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിക്കുകയല്ലേ? തീർച്ചയായിട്ടും സിജു, ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഒരു ദിവസം SBI ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അവരൊരു ദിവസം 4 കോടി ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. 4 കോടി വിനിമയം നടത്തുന്ന അത്ര ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ബാങ്കാണ് SBI. അവർക്ക് ഒരു ദിവസം പോലും വേണ്ട ഇത്രയും ഡാറ്റകൾ ശേഖരിക്കാൻ. ആരെല്ലാമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എടുത്തത്, അവരുടെ പേര് വിവരങ്ങൾ എന്തെല്ലാമാണ്, ഇത് ആർക്കെല്ലാമാണ് നൽകിയത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ക്രോഡീകരിക്കണമെങ്കിൽ, അതും ഈ അത്യാധുനികമായ ഈ കാലഘട്ടത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ലോകത്തെ ഏറ്റവും വലിയ ബാങ്കായ ഈ SBIക്ക് ഒരു ദിവസം പോലും വേണ്ട. അതാണ് ബാങ്കിങ്. ഇപ്പൊ തന്നെ അതാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. വിധി വന്നിട്ട് 26 ദിവസമായി. ഇത്രയും ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? 10,000 ബോണ്ടെങ്കിലും ക്രോഡീകരിക്കാമായിരുന്നല്ലേ എന്ന് കൂടി കോടതി ചോദിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത്രയും ദിവസം എന്ത് ചെയ്തു? ആർക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യാതിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജേന്ദ്രൻ. അല്ല, അതിനകത്ത് ഈ മുംബൈ SBI തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് അവരുടെ മുംബൈ ഹെഡ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തന്നെ സീൽ ചെയ്ത കവറിനകത്തുണ്ട് എന്നതാണ്. ആ സീൽ ചെയ്ത കവർ പൊട്ടിച്ച് നേരെ അത് വേറൊരു കവറിലാക്കി സുപ്രീം കോടതിയിലേക്ക് നൽകിയാൽ മതി. അതുമല്ലെങ്കിൽ അത് അവരുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിച്ചാൽ മതി. ഇതിനായി ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബാങ്കായ, ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളുള്ള ബാങ്കായ SBIക്ക് മണിക്കൂറുകൾ മാത്രം മതി. മാത്രമല്ല, ഇവർക്കിങ്ങനെ ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇന്ന ഒരു ദിവസം, ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാ വിവരങ്ങളും തന്നെ പ്രസിദ്ധപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് അസാധ്യമായ ഒന്നാണെങ്കിൽ അന്ന് തന്നെ സുപ്രീം കോടതി SBIയുടെ അഭിഭാഷകൻ ഈ കാര്യം ചൂണ്ടിക്കാണിക്കാമായിരുന്നു. അന്ന് വിധി പ്രഖ്യാപനം നടക്കുന്ന ആ ഘട്ടത്തിൽ അവിടെ സുപ്രീം കോടതിയിൽ SBIയുടെ അഭിഭാഷകനുണ്ടായിരുന്നു. ആ അഭിഭാഷകന് വേണമെങ്കിൽ അപ്പോൾ തന്നെ പറയാമായിരുന്നു, ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ദിവസത്തിനുള്ളിൽ അത് സാധ്യമല്ല എന്നന്ന് പറയാമായിരുന്നു. അതുമല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം പ്രത്യേകമായ സുപ്രീം കോടതി ഒരു ഹർജി സമർപ്പിച്ച് ആ രീതിയിൽ പറയാമായിരുന്നു. അതുമല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പറയാമായിരുന്നു. ഇതിപ്പോൾ വളരെ, അതായത് ഏതാണ്ട് കാലാവധി തീർന്ന ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ആരെല്ലാമാണ് ഈ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയത്, അതിലേതെല്ലാം വ്യവസായ ഭീമന്മാരുണ്ട്, അവർ എത്ര കോടി വീതമാണ് നൽകിയത്, ഈ വിവരങ്ങൾ കൃത്യമായി പുറത്തു വന്നു കഴിഞ്ഞാൽ സമാന്തരമായി മറ്റൊരു വിവരം പുറത്തു വരും. അതായത് BJPക്ക് കോടിക്കണക്കിന് രൂപയുടെ ഈ സംഭാവന BJPക്ക് നൽകിയ ഈ വ്യവസായ ഭീമന്മാർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങളുടെ പട്ടികയും പുറത്തു വരും. ഇപ്പോൾ സമീപകാലത്ത് വേറൊരു പട്ടിക പുറത്തു വന്നിരുന്നു. അതായത് EDA ഉപയോഗിച്ച് റെയ്ഡ് നടത്തിയ വ്യവസായ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ ലഭിച്ച ഈ ആനുകൂല്യങ്ങൾ, അതിനുശേഷം നടപടികൾ പിൻവലിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുപോലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും. ആ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഘട്ടത്തിൽ അത് BJPക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വിവരങ്ങൾ പുറത്തു വരാൻ പാടുള്ളൂ. ആ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് SBI ഇപ്പോൾ ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്. ഈ കോടതിയിലെ വാദങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിധി വന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് നിങ്ങൾ പറയണം. മാത്രമല്ല, സത്യവാങ്മൂലം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. കുറച്ചുകൂടി സമയം തരാൻ SBI അഭ്യർത്ഥന നടത്തിയിരിക്കുകയും ചെയ്യുന്നു. പിന്നെ രാജ്യത്തെ 1-ാം നമ്പർ ബാങ്ക് എന്നാണ് ഇപ്പോൾ SBI പറയുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ സമയം പരിധിക്കുള്ളിൽ മാർച്ച് 6-നകം വിവരങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും SBI പറയേണ്ടി വരും 2226 കോടിയുടെ ബോണ്ട് വാങ്ങിയത് ആരൊക്കെ, ഏതൊക്കെ ഷെൽ കമ്പനികളാണ് ഇത് വാങ്ങിയത്, കള്ളപ്പണം ആരൊക്കെ വെളുപ്പിച്ചു എന്ന കാര്യങ്ങൾ പുറത്തു വരും. മോദിയുടെ കള്ളത്തരങ്ങൾ അതേപടി പിടിക്കപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായും SBI എന്ന് പറയുന്ന ബാങ്കിൽ സ്വാധീനിക്കപ്പെട്ടു എന്നാണ് നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. SBI എന്ന് പറയുന്ന രാജ്യത്തെ അവർ പറയുന്നത് പോലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഏറ്റവും വലിയ ബാങ്ക് കാണിച്ചിരിക്കുന്ന വലിയ ഒരു ക്രമക്കേട് എന്ന തരത്തിൽ തന്നെ ഇത് പറയേണ്ടി വരുന്നുണ്ട്. ആരൊക്കെയാണ് ഈ ബോണ്ട് വാങ്ങിയെന്ന് അറിയാനുള്ള
വെളിപ്പെടുത്താനുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അത് വെളിപ്പെടുത്തണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത്. ഇവിടെ വേറെ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം. സുപ്രീം കോടതി പറഞ്ഞതിനെ പോലും പുല്ലുവിലക്കെടുത്തുകൊണ്ട് രാജ്യത്തെ മോദി സർക്കാരിൻ്റെ പിണിയാളായി SBI ബാങ്ക് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിധി വന്ന് 26 ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരു വിവരം പോലും കോടതി ചോദിച്ചിരിക്കുന്നു. 10,000 വിവരങ്ങളെങ്കിലും നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമായിരുന്നില്ലേ? വളരെ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ, മോദി സർക്കാരിൻ്റെ ഇടപെടൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. രാജേന്ദ്രൻ, തീർച്ചയായിട്ടും ഒന്നാമത് SBI എന്ന ബാങ്കിനെ കുറേ കാലമായി അതിനെ നേരിട്ട് നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇതെല്ലാം തന്നെ പൊതുമേഖലാ ബാങ്കുകളാണ്. പൊതുമേഖലാ ബാങ്കുകൾക്ക് സാധാരണ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാറുണ്ട്. ആ രീതിയിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. സർക്കാർ എല്ലാ കാലത്തും ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ദൈനംദിനമായ പ്രവർത്തനങ്ങളിലും മറ്റും ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ ഇപ്പോഴത്തേതുപോലെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം SBI ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളെയും പൂർണ്ണമായും സർക്കാരിൻ്റെ കൈപ്പിടിയിലാക്കി